നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ പ്രമാദമായ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി 15 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതിക്കെതിരെ കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജീവപര്യന്തം തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി 8 വർഷം അധിക തടവും കേഡൽ അനുഭവിക്കണം. പിഴത്തുക കേസിലെ സാക്ഷിയായ കേഡലിന്റെ അമ്മാവൻ ജോസിന് നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും വി അരുണും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകണം, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷെ എവിടെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനാണോ പിഴച്ചത്? കാരണം ഈ 4 പേരെ കൂട്ടക്കുരുതി നടത്തിയിട്ടും ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം മാത്രം തടവ് ശിക്ഷ. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ഈ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇന്നും ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ആ ശിക്ഷ വിധിക്കുന്നതിന് മുൻപുള്ള വാദപ്രതിവാദമാണ് ഇന്ന് നടന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അതിന് ഒരു വൈകാരികമായ തലം കൂടി ചൂണ്ടിക്കാണിച്ചു. അതായത് കുടുംബാംഗങ്ങളാണ്, ഒപ്പം കഴിഞ്ഞവരാണ്, അവർ ഒരു രക്തബന്ധമാണ്. എന്നിട്ട് വിശ്വാസത്തിലെടുത്തിട്ട് ആ വിശ്വാസത്തെയാണ് ഈ പ്രതി ഹനിക്കുന്നത്. ആ വിശ്വാസ വഞ്ചനയാണ് കൊലപാതകത്തിലൂടെ നടത്തിയത്. അവർ ഒരിക്കലും കൊല്ലപ്പെടുമെന്ന് കരുതിയല്ല ആ വീട്ടിൽ കഴിയുന്നത്. ഈ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഒരു കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് തനിക്ക് താല്പര്യമില്ലാത്ത കോഴ്സ് പഠിക്കാൻ വീട്ടുകാർ വിട്ടു എന്നതിൻ്റെ പേരിലാണെങ്കിൽ മറ്റൊരു കോഴ്സ് പഠിച്ചാൽ മതി, 4 പേരെ കൊലപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, പ്രതിയുടെ ചെയ്തികൾ അത് ഒരിക്കലും ഒരു മനോവിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ മനോനില തകരാറിലുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ അല്ല പ്രതി കാര്യങ്ങൾ ചെയ്തത്. ഓൺലൈനിൽ ആയുധം വാങ്ങുകയും കൊലപാതകങ്ങൾ നടത്തുകയും മൃതദേഹങ്ങൾ കത്തിച്ച് കളയുകയും അവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും വീട് തീപിടിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും പിടിക്കപ്പെടുമെന്നായപ്പോൾ നാട് വിട്ടു പോവുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട് എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ, തൂക്കുകയർ നൽകണമെന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതേസമയം പ്രതിഭാഗം നേരത്തെ തന്നെ ഈ വാദം കേസിൻ്റെ വിചാരണ നടക്കുന്ന ഘട്ടം മുതൽ പറയുന്നതാണ്. ഈ മാനസികാരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് വ്യാജമാണ്, ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട്. അതിന് ആധാരമായി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ഈ ജയിലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തടവുകാരുമായി ഉണ്ടാകുന്ന കയ്യാങ്കളി, അവിടെ നടത്തുന്ന ആത്മഹത്യാശ്രമം, ഇതെല്ലാം തന്നെ ഈ കേഡലിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ഇതിന് ആനുകൂല്യം, നിയമത്തിൻ്റെ ആനുകൂല്യം, പ്രായത്തിൻ്റെ ഒരു ഇളവ് നൽകണം, ജീവിതത്തിൽ അയാൾ പരിവർത്തപ്പെടാനുള്ള ഒരു അവസരം നൽകണം. ഇത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. ഏതായിരുന്നാലും ഇതൊരു മോശം വിധി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 26 വർഷം വരെ ഏറ്റവും കുറഞ്ഞത് തടവ് ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ വീട് തീവച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും അടക്കമുള്ള വിധികളുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. എന്താണ് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ടെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ 3 പേരെ കത്തിച്ചു കൊല്ലുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ചോദിച്ചത്. ആരോടും സഹകരിച്ചില്ല എന്നത് മാനസിക രോഗമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ജന്മം നൽകിയ അമ്മയെയും സഹോദരിയെയും എങ്ങനെ കൊല്ലാൻ സാധിക്കും? കേഡൽ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകാൻ ആർക്ക് കഴിയുമെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചത്. കാരണം 4 നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രം ഡെത്ത് സെന്റൻസ് പറയുന്നത്. അപ്പോൾ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഇംപ്രസ്മെൻ്റ് ആണ് റൂൾ. ഡെത്ത് സെന്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്.
അതിൽ ഓരോന്നിലും 3 ലക്ഷം ഓരോ കേസിലും. അത് കൺകറന്റ്ലിയാണ് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലായിട്ടാണോ? അല്ലല്ല, അത് 436 കോമൺ ആയിട്ടാണ്, ഒരൊറ്റ ഒഫൻസേ വരുന്നുള്ളൂ. അതിനുശേഷം 201 നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്, ഈ 436-ലെ 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം കൺസിക്യൂട്ടീവായിട്ട് അതിനുശേഷം 201-ലെ 5 വർഷം. അപ്പോൾ 7, 5, 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-25-30 വർഷത്തോളം കാലം കേരളത്തിൽ എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ വിചാരണ കാലയളവ് അനുകൂലത്തി വരുമോ? അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രിസൺമെന്റിന് ഒരു റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. അതെ, മാത്രമല്ല ജോസ് ഈ പറയുന്ന ദുരന്തത്തിന്റെ മറ്റൊരു രക്തസാക്ഷി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 15 ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കാൻ കൂടി പറഞ്ഞിരിക്കുക. അതെ, തീർച്ചയായിട്ടും ഈ കോമ്പൻസേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ 15 ലക്ഷം രൂപയും ഒന്നാം സാക്ഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ്, ഒന്നാം സാക്ഷി തന്നെയാണ്. ഇല്ല, ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. മാനസിക നില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി മുഖവിലേക്കെടുത്തു എന്ന് കരുതാൻ കഴിയുമോ? അങ്ങനെയല്ല, ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത്. വധശിക്ഷ അർഹിച്ചിരുന്നതല്ലേ? അപ്പോൾ അതിനകത്തൊരു ജീവപര്യന്തത്തിന് അപ്പുറത്തേക്ക് വധശിക്ഷ ആയിരുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇതിപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ഇതല്ല. തീർച്ചയായിട്ടും അത് കോടതിക്ക് അതിൻ്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിൻ്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റൂ. ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീഫോർമേറ്റീവ് തിയറിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് സഫീഷ്യൻ്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം 14 വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്മ്യൂട്ടേഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഡെത്ത് സെന്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത്. പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ 7, 5, 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെന്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇംപ്രിസൺമെന്റിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ്. 65 ദിവസം നീണ്ടു നിന്ന വിചാരണ വേളയിലോ അല്ലെങ്കിൽ കോടതി തന്നെ ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിരുന്നു. ആ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടായി കണ്ടെത്തിയിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു വാസ്തവമാണ്. തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട്. എത്ര കാലം ഈ ശിക്ഷ വരും? എത്ര കാലം? അല്ല, ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളത്തിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയില്ല. അതായത് സുപ്രീം കോടതിൻ്റെ ഒരു 10-12 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് 100% പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ല, അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും, ഇങ്ങനെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത
സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാദമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ആ വാദം പരിഗണിച്ച് തന്നെ ആയിരിക്കും ഈ 7 വർഷവും 5 വർഷവും ഉള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും 12 വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവപര്യന്തം തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണ് റെമിഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വർക്കാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേതലിന് ഒരിക്കലും തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി 15 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധിയിലുണ്ട്. അതായത് 12 വർഷത്തിന് ശേഷമായിരിക്കും ഈ ജീവപര്യന്തം ശിക്ഷയിലേക്ക് അടക്കുക. ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ ശിക്ഷാവിധിയൊക്കെ കോടതി തീരുമാനിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ സീനിയർ ഓഫീസേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ അല്ല, നമ്മുടെ ശിക്ഷ പിന്നെ വിധിയിൽ സംതൃപ്തിയാണ്. അതിൽ പിന്നെ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അപ്പോൾ അതിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ടൈമിലാണ് വേണ്ടിയിരുന്നുള്ള ആഗ്രഹമായിരുന്നു. അല്ല, അതിൻ്റെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളല്ലല്ലോ കോടതി പരിഗണനയിൽ എടുക്കുന്നത്. ഈ കേസ് നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൂരത വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചത് അല്ല, അത് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സിൽ ആണ് അതിൻ്റെ സംഗതികൾ വിലയിരുത്തപ്പെടുന്നത്. കോടതികളുടെ വിലയിരുത്തലുകൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളും കോടതിയുടെ വിലയിരുത്തലും തമ്മിലുള്ളൊരു വ്യത്യാസം. അതിൽ സംതൃപ്തനാണ്. സാർ, ജീവനെന്ന് പറയുമ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ശിക്ഷാളവിന് ഈ പ്രതിക്ക് നിയമപരമായിട്ട് ഇറങ്ങാം, കോടതിയെ സമീപിക്കാം. ഒരു ശിക്ഷാളവ് കിട്ടിയാൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങില്ലേ? അല്ല, അതിനൊക്കെ അങ്ങനെ അതിനൊക്കെ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ പുറത്തിറങ്ങുന്നതും ഇറങ്ങാത്തതും ഒക്കെ ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രോസിക്യൂഷനും പോലീസിനും ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൾ ഓഫ് എ സഡൻ അങ്ങ് പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു ഇമ്പ്രഷനൊന്നും അതിനകത്തില്ല. അപ്പോൾ അത് അത്തരത്തിൽ ഇതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പോലീസ് അത് പരിശോധിച്ച് നോക്കുന്നതാണ്. മനോനില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം അത് കോടതി ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊണ്ടുവെന്ന് സാർ കരുതുന്നു? അല്ല, അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ അത് വിധിയുടെ ഒരു വിധി വ്യക്തമാക്കുന്നത്. ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിധി വരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഈ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസായിരുന്നു. ഇത് നമുക്ക് ഈ അന്വേഷണ സംഘത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി അന്വേഷണ സംഘത്തെ സഹായിച്ചത് അയാളുടെ അതിനുശേഷമുണ്ടായിരുന്ന അയാളുടെ പെരുമാറ്റങ്ങളും പിന്നെ നമ്മുടെ ഡിജിറ്റൽ എവിഡൻസുകളും സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. വിധിയിൽ തൃപ്തരെന്നാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. വി വിനോദിലേക്ക്. വിനോദ്, അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ പരമാവധി ശിക്ഷ തൂക്കുകയർ വേണമെന്ന ആവശ്യം അപൂർവമായി കേസായി പരിഗണിക്കണമെന്നൊരാവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലാണിത് ജീവപര്യന്തം ശിക്ഷയായി കുറയുന്നത്? മാത്രമല്ല, ഇത് ഈ ശിക്ഷ എങ്ങനെ അനുഭവിക്കണം, ഇത്തരം കാര്യങ്ങളിൽ കോടതി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ടോം, ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഒരു നിരാശാജനകമായ വിധിയല്ല. കാരണം ഈ വാദങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവപര്യന്തം തടവ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും
ഒരു മാതൃകാപരമായ വിധിയായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യം ഈ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമുള്ള ഏതാണ്ട് 12 വർഷത്തോളം വരുന്ന തടവ് ശിക്ഷ അത് അനുഭവിച്ചിട്ട് വേണം ജീവപര്യന്തം അനുഭവിക്കാൻ. അതായത് ആദ്യഘട്ടത്തിൽ അനുഭവിക്കേണ്ടത് മറ്റ് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 26 വർഷത്തെ ശിക്ഷയെങ്കിലും ലഭിക്കും. മാത്രമല്ല സർക്കാർ പിന്നീട് ഇക്കാര്യത്തിൽ ഇളവ് നൽകിയില്ലെങ്കിൽ ദീർഘകാലം കേഡൽ ജെൻസൺ രാജ ജയിലിൽ തുടരേണ്ട ആവശ്യകത ഉണ്ടാകും. ആ തരത്തിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. കാരണം ഇതിൽ ഈ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ മനസ്സിന് പരിവർത്തനമുണ്ടാകുക, ഇയാളുടെ സ്വഭാവ രീതിയിൽ മാറ്റമുണ്ടാകുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ജയിലിൽ നിന്ന് മോചിതനാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയും അപ്പീലിന് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇനി സംസാരിക്കും. പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും, പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കേണ്ടതുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും മേൽക്കോടതിയിലേക്ക് പോകുന്നതിൽ ഒരു തീരുമാനമുണ്ടാകുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ പല മാർഗനിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഓഫ് ഡെത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന തരത്തിലേക്ക് ഒരു ശിക്ഷ നൽകണമെങ്കിൽ ആ കേസിൽ കുറേ ക്രൈറ്റീരിയകളുണ്ട്. അതെല്ലാം പരിഗണിച്ച് മാത്രമേ ഒരു കോടതിക്ക് ആ തരത്തിലുള്ള ഉത്തരവിടാൻ കഴിയൂ. ആ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് അല്ലെങ്കിൽ തൂക്കുകയറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകൂ. ഇവിടെ പ്രതിഭാഗം പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ട്. പ്രായം ഒരു ഘടകമാണ്. മാത്രമല്ല ഇതിന് കാരണമായ സംഭവം പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ്. അതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന പ്രകോപനം, ആ നിലയ്ക്കൊക്കെ ഈ കേസിനെ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കേണ്ടിയും വരും. മാത്രമല്ല ഇയാൾ പിന്നീട് ജയിലിനുള്ളിൽ കാണിച്ച ചെയ്തികൾ അത് സഹതടവുകാരുമായി പ്രശ്നമുണ്ടാക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മാത്രമല്ല പ്രതിഭാഗം ഈ മാനസികാരോഗ്യ റിപ്പോർട്ടിനെ കുറിച്ച് ഉന്നയിച്ച ചില കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ ഘടകമായിട്ടുണ്ടാകും. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് അതൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇത്തരമൊരു വിധിയിലേക്ക് കോടതി പോകുമായിരുന്നില്ല. ഉചിതമായ ഒരു ശിക്ഷ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സംതൃപ്തി പ്രകടിപ്പിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വളരെ പ്രമാദമായ ഒരു കേസിലാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. എന്നാൽ ഈ മാനസിക പ്രശ്നം ഉയർത്തിക്കാണിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ നവംബർ വരെ ഇതിൻ്റെ വിചാരണ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കേഡൽ ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന് ഈ 2017 മുതൽ ജയിലിൽ കഴിഞ്ഞ കാലഘട്ടമുണ്ട്. അത് ഈ ശിക്ഷാ കാലാവധിയായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 8 വർഷം എന്നത് ഈ 26 നിന്ന് കുറവ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ ഈ വിചാരണ കാലാവധി അല്ലെങ്കിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞ കാലഘട്ടം പിന്നീട് ആ ശിക്ഷാ കാലാവധിയായി പരിഗണിക്കുന്നതാണ് രീതി. അങ്ങനെയെങ്കിൽ ഈ 8 വർഷത്തിൻ്റെ കുറവ് ഇപ്പോൾ പരമാവധി അല്ലെങ്കിൽ ഏറ്റവും മിനിമം, പരമാവധിയല്ല ഏറ്റവും കുറഞ്ഞത് 26 വർഷം എന്ന് കണക്കാക്കുന്നതിൽ ഈ 8 വർഷത്തിൻ്റെ കുറവുണ്ടാകും. എങ്കിൽ തന്നെയും കേഡൽ ജെൻസൺ രാജ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അവിടെ ആ സമയത്തുള്ള സർക്കാരിൻ്റെയൊക്കെ തന്നെ നിലപാടുകൾ, തീരുമാനങ്ങൾ നിർണായകമാകും. ഇതിൽ 15 ലക്ഷം രൂപയാണ് പിഴയായി ചുമത്തിയിട്ടുള്ളത്. ഓരോ കൊലപാതകത്തിനും 3 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിച്ചതിനും അതോടൊപ്പം തന്നെ വീട് തീവെച്ചതിനുമായുള്ള 3 ലക്ഷം രൂപയുടെ പിഴയുണ്ട്. അങ്ങനെ 12ഉം 3ഉം 15 ലക്ഷം രൂപ ആകെ പിഴ ശിക്ഷയായി വരുന്നു. ഈ 15 ലക്ഷം രൂപ പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണമെന്ന് കൂടി അഡീഷണൽ സെഷൻസ് കോടതി 6 ഇപ്പോൾ വിധിയായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും കേരളം ഏറെക്കാലം ചർച്ച ചെയ്ത പ്രമാദമായൊരു കേസിലാണ് ഇത്തരമൊരു വിധി വരുന്നത്. ടോം, മാത്രമല്ല ഈ കേസിൻ്റെ നാൾ വഴികൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ 2017 ഏപ്രിൽ 5 ആദ്യത്തെ കൊലപാതകങ്ങൾ നടക്കുന്നത്. 3 കൊലപാതകങ്ങളാണ് അന്ന് ആ വീട്ടിൽ നടക്കുന്നത്. പ്രതി മാതാവിനെയും പിതാവിനെയും സഹോദരിയും കൊലപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം ബന്ധുവിനെ കൊലപ്പെടുത്തുന്നു. ഇതിനെല്ലാം കാരണമാകുന്നത് തനിക്ക് താല്പര്യമില്ലാത്ത വിഷയം പഠിപ്പിക്കാൻ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയച്ചു എന്ന ഒരൊറ്റ കാരണമാണ്. ഓസ്ട്രേലിയയിൽ പോയി തിരികെ വരികയായിരുന്നു. അതിനുശേഷമാണ് ഈ ഓൺലൈനിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള രീതികൾ തിരയുകയും അതിനുവേണ്ടി മഴു ഓൺലൈൻ വഴി തന്നെ വാങ്ങുകയും ചെയ്യുന്നത്. ആദ്യം അമ്മയെയാണ് കൊലപ്പെടുത്തുന്നത്. അമ്മയെ താൻ ചെയ്തൊരു പ്രോജക്റ്റ് കാണിക്കാൻ രണ്ടാമത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരെ പിന്നിലൂടെ ആക്രമിക്കുന്നു. തൊട്ട് പിന്നാലെ പിതാവിനെ കൊലപ്പെടുത്തുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരെയായി കൊലപ്പെടുത്തുന്നത്. പ്രോജക്റ്റ് കാണിക്കാൻ എന്ന വ്യാജേന ഇവരെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് 5-ാം തീയതി നടക്കുന്നു. 6-ാം തീയതി ബന്ധുവായ ലളിതയെ കൊല്ലുന്നു. അങ്ങനെ ക്രൂരമായി നടത്തിയ, അച്ഛനോടുള്ള പകയെ തുടർന്ന് നടത്തിയ കൂട്ടക്കുരുതി പക്ഷേ അതിനുശേഷം, ഈ കൊലപാതകത്തിന് ശേഷം കേഡൽ ജീൻസൺ രാജ ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ആസ്ട്ര പ്രൊജക്ഷൻ
അതായത് ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദുർമന്ത്രവാദം എന്ന രീതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താൻ വേണ്ടിയാണ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേഡൽ ജീൻസൺ രാജ മൊഴി നൽകിയത്. പിന്നീട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്തായാലും 8 വർഷത്തിന് ശേഷം പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന ആവശ്യവും മാനസിക വൈകല്യങ്ങളുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളും ഉൾപ്പെടെ ഒരുപക്ഷെ കോടതി അംഗീകരിച്ചിട്ടുണ്ടാകുമോ? വി വി അരുണിലേക്ക്. അരുൺ, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പ്രതിഭാഗം വാദിച്ച കാര്യം ഈ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിചാരണ തുടങ്ങാൻ തന്നെ ഇത്രയധികം കാലതാമസം ഉണ്ടായത്. ഈ കേസിന്റെ വിധി വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ, അതായത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ ഒരുപക്ഷെ കോടതി പരിഗണിച്ച് കാണുമോ? ആദ്യം കോടതിക്കും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം പ്രതിയുടെ മനോനില സംബന്ധിച്ച് ആദ്യം മെഡിക്കൽ ബോർഡ് മനോനില തകരാറിലാണ് അല്ലെങ്കിൽ മനോരോഗിയാണ് അയാളെന്ന റിപ്പോർട്ട് നൽകി. പോലീസ് അതുകൊണ്ട് തൃപ്തരായില്ല. കാരണം പോലീസ് ആദ്യ ഘട്ടം മുതൽ ഇയാൾക്ക് മനോരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ദുർമന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന അത്തരം ബ്ലാക്ക് മാജിക്കുകളുടെ ഒന്നും പിടിയിലല്ല. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയ പക തീർക്കാൻ നടത്തിയ ക്രൂരമായ കൊലപാതകം എന്നതിൻ്റെ നിലപാടിലായിരുന്നു അന്വേഷണ സംഘമുള്ളത്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആദ്യം അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോടതിയെ കൂടി കൃത്യമായി ബോധിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല. കോടതിയും എല്ലാ തെളിവുകളും വരട്ടെ, മെഡിക്കൽ ബോർഡ് വീണ്ടും ചേരട്ടെ എന്ന നിലപാടെടുത്തു. അവിടെയാണ് ഈ കേസിൻ്റെ വിചാരണ ഇത്രയധികം വൈകിപ്പോയത്. എന്നാൽ ഒടുവിൽ കോടതിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുകയായിരുന്നു. ഇയാൾ ചെയ്തത് ക്രൂരമായ കൊലപാതകം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മനോദൗർബല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഇയാൾക്ക് ഉണ്ടായതില്ല. പകരം അച്ഛനോടുള്ള പക അത് ഒരു ക്രൂര കൊലപാതകത്തിലേക്ക്, കൂട്ടക്കുരുതിയിലേക്ക് ഇയാളെ നയിക്കുകയായിരുന്നുവെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് പൂർണ്ണമായും നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 26 മുതൽ 30 വർഷം വരെയെങ്കിലും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സർക്കാരാണ് ഈ ശിക്ഷ, കോടതികൾ വിധിച്ച ശിക്ഷയ്ക്ക് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാനുള്ളത്. സർക്കാരുകൾക്കാണ് അതിനുള്ള അധികാരമുള്ളത്, സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് അധികാരമുള്ളത്. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഏതെങ്കിലും കാലത്ത് ഇയാൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ 26 മുതൽ 30 വർഷം വരെ ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിൽ ആദ്യത്തെ 7 വർഷം വീട് കത്തിച്ചതിനാണ്, തെളിവ് നശിപ്പിക്കുന്ന ഭാഗമായി വീട് കത്തിച്ചതിനാണ്. വീട് തീയിട്ടതിന് 7 വർഷം, 5 വർഷം തെളിവ് നശിപ്പിക്കലിന് ഉള്ള ശിക്ഷയാണ് ഇയാൾക്ക് ലഭിക്കുക. അങ്ങനെ 12 വർഷം, പിന്നീട് അടുത്ത 14 വർഷമെങ്കിലും ഇയാൾ 4 കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷയായ ജീവപര്യന്തം തടവ് അനുഭവിക്കണം. അങ്ങനെ ചുരുങ്ങിയത് 26 വർഷം, ഒരുപക്ഷെ 30 വർഷം വരെ ആകാം സർക്കാരുകളുടെ ഇടപെടലുണ്ടായി ശിക്ഷയിൽ ഇളവ് വരുത്തിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ വധശിക്ഷ എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ശിക്ഷാവിധിയിൽ പൂർണ്ണ തൃപ്തിയാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകടിപ്പിച്ചത്. ഒരു തരത്തിലും അതിൽ അതുതന്നെയാണ് ശിക്ഷാവിധിയിൽ തൃപ്തരെന്നാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. അരുൺ, സാധാരണഗതിയിൽ ഒരു കേസിൽ, ഒരു കൊലപാതക കേസിലോ ലൈംഗിക പീഡന കേസിലോ വിധി വരുമ്പോൾ അത് പൊതുസമൂഹത്തിനുള്ളൊരു സന്ദേശം കൂടിയാകും. പക്ഷെ ഇവിടെ നമുക്കറിയാം ഈ കേസ്, പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കേരളമേറെ ചർച്ച ചെയ്ത മറ്റൊരു കേസ്, കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് ഈ സമീപകാലത്താണ്. പക്ഷേ അതിലും നിഷ്ഠൂരമായ രീതിയിൽ ഉറ്റവരെ, മാതാപിതാക്കളെ, സഹോദരി അടക്കം കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് യാതൊരു മാനസാന്തരവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും നമുക്കറിയാം ഈ കേസിന്റെ തെളിവെടുപ്പിനടക്കം ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ കേഡൽ ജീൻസൺ രാജ പുഞ്ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ, ക്യാമറയ്ക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടത്. പുഞ്ചിരിച്ചുകൊണ്ടാണ് പോലീസിനോട് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. മാത്രമല്ല അതിനുശേഷം ജയിലില് ഇയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ, സഹതടവുകാരനെ ആക്രമിച്ച സംഭവം, ഇപ്പോഴും യാതൊരു മാനസാന്തരവും ഇല്ല എന്ന അവസ്ഥ. മാത്രമല്ല മാനസിക വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ വീണ്ടും ഒരുപക്ഷെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം ഈ കോടതി ഇത്തരം ഒരു വിധി, ഒരു ജീവപര്യന്തത്തിൽ മാത്രം കേഡലിന് ശിക്ഷ ഒതുങ്ങാനുള്ള കാരണം എന്തായിരിക്കാം?
തീർച്ചയായിട്ടും ആർക്കും തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ്, സംശയം തന്നെയാണ് ടോം പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ കോടതി വിധി പ്രസ്താവ സമയത്ത് വായിച്ച ഓർഡറിൻ്റെ അവസാന ഭാഗമാകാം ഒരുപക്ഷെ ഈ അഭിഭാഷകർക്കും ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു ശിക്ഷയിലേക്ക് പോകാത്ത, എന്തുകൊണ്ട് ഇയാളിലെ തൂക്കുകയറുന്ന പരമാവധി ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ നൽകാത്ത ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. ഇയാൾ കുറ്റവാളിയെങ്കിൽ, ഇയാൾക്ക് മനോരോഗ പ്രശ്നമില്ലെങ്കിൽ, മാനസിക രോഗ പ്രശ്നങ്ങളില്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഈ കൊലപാതകം ചെയ്യുമ്പോൾ അത്രയധികം ക്രൂരനാണ് ഇയാൾ? അതും കൊലപ്പെടുത്തിയത് അന്യരെയല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റു വൈരാഗ്യമുള്ള ആളുകളെയല്ല, സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരിയോട് ഇയാൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അവസാനം ഭക്ഷണം വാങ്ങിക്കൊടുത്തത് പോലും ആ രീതിയിലാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ഇഷ്ടമുള്ള, വിശ്വാസമുള്ള ആളുകളെ, അച്ഛനോട് പകയുണ്ട് സ്വാഭാവികമായും. ഇയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുമൊക്കെ അച്ഛൻ നിരന്തരം ശകാരിക്കാറുള്ളതിൽ ഇയാൾക്ക് അച്ഛനോട് പകയുണ്ട്. പക്ഷെ മറ്റുള്ളവരെ എന്തിനെ എങ്ങനെ കൊലപ്പെടുത്തി? അങ്ങനെയെങ്കിൽ ഇയാൾ തീർച്ചയായും ഒരു അതിക്രൂരനായ കൊലയാളി തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം കോടതി പരിഗണിച്ചത്? എന്താകാം ഇയാൾക്ക് ഈ ശിക്ഷയിൽ, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരമാവധി ശിക്ഷയിലേക്ക് കോടതി പോകാത്തതിന് കാരണമെന്നൊക്കെ വിധി പകർപ്പ് പുറത്തുവരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പ്രോസിക്യൂഷൻ ഇതിൽ ആശ്വാസം പ്രകടിപ്പിക്കുന്നത്, സംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു കാരണം കൊണ്ടാണ് ഇയാൾ 26 വർഷം, ഇപ്പോൾ 37-38 വയസ്സാകുന്നു കേതൽ ജിൻസൺ രാജയ്ക്ക്. അയാൾ സ്വാഭാവികമായും ഒരു മനുഷ്യ ആയുസ്സിൻ്റെ ഏറിയ പങ്കും ജയിലിൽ കഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം ഈ 26 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ തന്നെയും ഇയാൾ 60 വയസ്സൊക്കെ പിന്നിടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാളുടെ കുറ്റവാളിക്ക് പുറത്തു വന്ന് ഇനിയും ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. അത് നിയമം ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായി ഇയാൾക്ക് വേണ്ടി അപ്പീൽ പോകാൻ ആരെങ്കിലും ഒക്കെ തയ്യാറായേക്കാം. ഇയാൾക്ക് മറ്റു നിയമസഹായം തേടിയും അപ്പീൽ പോകാൻ കഴിയും. എങ്കിലും കോടതികൾ ഇപ്പോഴത്തെ തെളിവൊക്കെ പരിഗണിച്ചാൽ അത്തരം ഇളവ് ഇയാൾക്ക് നൽകില്ല എന്ന ആത്മവിശ്വാസമാകാം ഒരുപക്ഷെ കോടതിക്കുള്ള. അത്രയധികം തെളിവുകൾ ഇയാൾക്ക് എതിരായി ഉണ്ട് എന്ന് കോടതി വിലയിരുത്തി കാണണം. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ശിക്ഷ മതി. ഇയാൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കണം. തന്നെ ഇത്രയധികം സ്നേഹിച്ച, തന്നെ വലിയ സുഖലോലുപതയിൽ വളർത്തിയ കുടുംബത്തെ ഇങ്ങനെ ക്രൂരമായി മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ അതിക്രൂരനായ കൊലയാളി ജയിലിൽ ബാക്കിയുള്ള ജീവിതകാലം കഴിയട്ടെ എന്ന ഒരു നിലപാടാകാം ഒരുപക്ഷെ കോടതി സ്വീകരിച്ചത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇയാളുടെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കിയത്, എന്തെല്ലാം ഘടകങ്ങളാണ് ഈ ഒരു ശിക്ഷയിലേക്ക് ഇയാളെ എത്തിച്ചതെന്നൊക്കെ ആ വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ, വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ വ്യക്തമാകും. ടോം, വ്യക്തമാണ്. വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, ഈ കേസിലെ പ്രധാന സാക്ഷി കേഡലിൻ്റെ അമ്മയുടെ സഹോദരൻ, അതായത് കേഡലിൻ്റെ അമ്മാവൻ ജോസാണ്. ജോസിന് ഈ പിഴത്തുക നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേഡലിൻ്റെ മറ്റേതെങ്കിലും ബന്ധുക്കളോ മറ്റോ ഈ ശിക്ഷ വിധിക്കുന്ന സമയത്ത് കോടതിയിൽ ഉണ്ടായിരുന്നോ? അവരുടെ അതായത് ഇവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെയോ മറ്റു നാട്ടുകാരുടെ ആണെങ്കിലും പ്രതികരണങ്ങൾ ഇതുമായി, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? ജോസിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ കൊലപാതകത്തിനും 3 ലക്ഷം രൂപ വീതമാണ്. അങ്ങനെ 12 ലക്ഷം രൂപയും തെളിവ് നശിപ്പിച്ചതിനും വീട് തീവച്ചതിനുമായുള്ള 3 ലക്ഷം രൂപ, അങ്ങനെ 12ഉം 3ഉം 15 ലക്ഷം രൂപ നൽകണമെന്നൊരു വിധിയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ജീവപര്യന്തം തടവ് ഈ 4 ഹെഡുകളിലായാണ് ഈ കൊലപാതകങ്ങളെ കാണുന്നത്. അതേസമയം അതിൽ ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണെന്ന് കരുതുന്നു. മറ്റൊരു കേസാണ് ടോം. അങ്ങനെ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നു. മറ്റൊന്ന്, ഇയാൾക്ക് കിട്ടിയ ജീവപര്യന്തം, അതിൽ തന്നെ 12 വർഷത്തോളം തെളിവ് നശിപ്പിച്ചതിനും വീട് തീവച്ചതിനുമായുള്ള 12 വർഷമുണ്ട്. 14 വർഷമായി ജീവപര്യന്തം കണക്കാക്കിയാൽ പോലും ഏതാണ്ട് 26 കൊല്ലം. ആ 26 കൊല്ലത്തിന് മുകളിലേക്ക് ശിക്ഷ പോകും. ഏതാണ്ട് 30 കൊല്ലത്തിനടുത്തേക്ക് വരെയെങ്കിലും ശിക്ഷ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം വിചാരണ തടവുകാരനായി കഴിഞ്ഞ സമയമുണ്ട്. വിചാരണ തടവുകാരനായി ഏതാണ്ട് 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശിക്ഷാ കാലാവധിയായി കണക്കാക്കുന്നതാണ് രീതി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ കാലാവധിയായ 26-ൽ നിന്ന് 8 വർഷം കുറയ്ക്കണം. അപ്പോഴും കേഡൽ ജിൻസൺ രാജ പുറത്തു വരണമെങ്കിൽ റിവിഷൻ പോലുള്ള കാര്യങ്ങൾ വരണം. സർക്കാർ ഇതിൽ റിലാക്സേഷൻ കൊടുക്കണം, ഇളവ് നൽകണം. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇളവുണ്ടായില്ലെങ്കിൽ
ഈ ദീർഘകാലത്തേക്ക് കേഡൽ ജോൺസൺ രാജ ജയിലിൽ തുടരേണ്ട സാഹചര്യമുണ്ടാകും. 2017 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ മുതൽ ഇതിൽ പറയുന്ന കാര്യം മാനസിക പ്രശ്നമുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ നവംബർ വരെ അത്തരത്തിൽ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ പിന്നീട് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരുന്നു, ഇയാൾക്ക് മാനസിക പ്രശ്നമില്ല. വ്യക്തമാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തത്തിന് മുൻപ് 12 വർഷം അധിക തടവ് അനുഭവിക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇനി നന്ദൻകോട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് ചോര ഒഴുകിയ വഴിയെ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.